ടു മേക്ക് എ ഹാമ്പർ ഫോർ മൈ സിസ്റ്റർ. പവി, നിനക്ക് ഈ ഹാമ്പർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? ഹാമ്പർ ഇഷ്ടപ്പെട്ടോ? പവിക്ക് ഇത് വേണോ? അപ്പോൾ നിങ്ങൾക്ക് ഹാമ്പർ മേക്കിംഗ് വീഡിയോ കാണണോ? ഒരു കുഞ്ഞ് ഷോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് അത് പോയിട്ട് കാണാം. അപ്പോഴും എൻ്റെ സിസ്റ്ററിന് കുറച്ചുകൂടി നല്ല സിലിക്കി ആയിട്ടുള്ള ഇങ്ങനത്തെ കാർഡ്ബോർഡ് ഇഷ്ടം. പിന്നെ കുറച്ച് നല്ല വീളുള്ളതാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തത്. അല്ലെങ്കിൽ ഹാമ്പറിന് നമുക്ക് സ്ക്വയർ കാർഡ്ബോർഡാണ്, നല്ല ഇങ്ങനെ ആയിരിക്കണം, നല്ല അത്ര വേലുണ്ടാവരുത്. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ വയ്ക്കുന്നത് ഒരു പ്ലാനറാണ്. അതായത് ഒരു 1 ഇയർ പ്ലാനർ ആക്കില്ലേ, അങ്ങനത്തെ കേട്ടോ. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്താ നമ്മുടെ ഒരു ഇതുണ്ട്. ഇതും ഒരു പ്ലാനർ തന്നെയാണ് കേട്ടോ. ഒരു തരം നോട്ട്സും പ്ലാൻസൊക്കെ എഴുതാൻ പറ്റുന്നൊരു പ്ലാനറാണ്. അതും ഞാൻ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് പിന്നെ അവൾക്ക് എൻ്റെ ജേണൽ ഡയറി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ നോക്കി അവൾക്ക് ചെയ്യാനാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വയ്ക്കുന്നത് നമ്മുടെ സ്വന്തം മേക്കപ്പ് ഹെയർ ബാൻഡാണ് ഗൈസ്. മേക്കപ്പ് ഹെയർ ബാൻഡ് ഞാൻ അവിടെ നിന്ന് വെച്ച് കൊടുത്തു. ക്യൂട്ടായിട്ടില്ലേ? എന്നിട്ട് പിന്നെ ഞാൻ വെക്കുന്നത് ഒരു കുഞ്ഞ് ക്യൂട്ട് ക്ലിപ്പാണ്. അവൾക്ക് ഇങ്ങനെ ക്യൂട്ട് ക്ലിപ്സൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്കിഷാണ് ഗൈസ്. ഇത് അവൾ കണ്ടിട്ട് കുറച്ച് നാളായി, ഇവൾക്കിത് വേണമെന്ന് കുറേ നാളായി പറയണു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ ഒന്ന് വെച്ച് ഗൈസ്, ഞാൻ ഇതൊന്നും ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇതാട്ടോ, ഇത് എങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതേപോലെ ബാക്കോട്ടാക്കാം. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യുന്നേ. എന്നിട്ട് ഇതേപോലെ അടിയോട്ട് ചെയ്യാം. കുറച്ചതുപോലെ ഞാൻ വിട്ടു. ഇനിയായി ഞാൻ ഈ ഒരു സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അയച്ചുള്ളത്. പിന്നെ കുറച്ച് നമ്മുടെ ഹാമ്പർ എന്ന് പറയുമ്പോൾ ബലം വേണമല്ലോ. അപ്പോൾ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു ഹാമ്പർ കണ്ടോ, അത് ഇതേപോലെ ഇത് കുറച്ച് ബലമുള്ളതാണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അവളുടെ റിയാക്ഷൻ കൊള്ളാവല്ലേ. അവളിപ്പം ഇവിടെ ഇല്ല, അവൾ വേറൊരു ഒരു ഇതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ സൗണ്ട് കേൾക്കാം പറ്റുന്നുണ്ടോ? എന്താ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവളെ വിളിക്കാം. പവി, നമുക്ക് ഹാമ്പർ തുറന്നാലോ? എനിക്ക് ഇനി ഒരു ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാ, എന്ത് ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ബാ ഇത് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോണേ. തുറന്നോ? കുറച്ച് കാണുണ്ടോ? എങ്ങനെയുണ്ട്? എടുത്ത് കമർത്തുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഇഷ്ടമായോ? ഗുഡ്. Yes, Labuba. Yeah. Throw in the box. No, throw in the box. Labuba. Throw. Yeah. And Squishy also. Squishy? Did you like Squishy? Dropper and book neck page. Okay. She liked the all items. Wait, guys. What are you doing? I watch the game. ഇത് അവള് ചെയ്യാൻ പോണത് അവളായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തില്ല, അതേപോലെ ചെയ്ത് നോക്കാൻ പോവാട്ടോ. നമുക്ക് നോക്കാം എത്രത്തോളം നല്ല വർക്കൗട്ടഡ് ആവുന്നു. ഇതെല്ലാം ഞാൻ അവിടെ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. എത്ര വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഇതാ സംഭവം സാരമില്ല കേട്ടോ ചെയ്യാൻ. ഒരു ഡയറിയും കൂടി ഉണ്ട്. അത് പ്ലാനറാണ്.
പ്ലാന്റ് തുറന്നു കാണിച്ചു കൊടുത്തത് ഒന്നും കൂടി കാണിച്ചു കൊടുത്തത് കണ്ടോ. ഇതും ഒരു പ്ലാന്റ് ആട്ടോ. ഇത് ഞാൻ കാണിച്ചു തന്നില്ല അല്ലേ. ഇതിങ്ങനെ കുറെ പടങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള മനസ്സുണ്ട്. ബാക്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. രണ്ടും അവള് വെക്കാണ്. ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഗായ്സിനോടൊന്ന് ബാക്ക് പറഞ്ഞാലോ. ഭവി ബൈ ഗൈസ് എന്ന് പറയൂ. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറയൂ. ഇഷ്ടപ്പെട്ടോ? ഗിഫ്റ്റ് ഇഷ്ടായോ? Guys, this is me Avantika. Shut off.